സൗദി അറേബ്യയിൽ യംബൂർ എന്നൊരു പ്രത്യേക പ്രദേശം, കടൽ കരയോട് ചേർന്ന് കിടക്കുന്ന യംബൂർ എന്ന് പറഞ്ഞാൽ ഉറവിടം എന്നാണ്. നല്ല ഒരു പ്രദേശം. ഒരുപാട് ചരിത്രങ്ങളുണ്ട് യംബൂരിന്. ആ ചരിത്ര കഥകൾ നമുക്ക് പറയണം, യംബൂരിനെ പരിചയപ്പെടണം. പരിശുദ്ധ മദീന മുനവ്വറയിൽ നിന്ന് 180-200 കിലോമീറ്ററിനടുത്ത് ഉള്ള ഒരു സ്ഥലമാണ് യംബൂർ എന്ന സ്ഥലം. ഒരുപാട് വിദേശികളും വിശിഷ്യ മലയാളികൾ ജോലി ചെയ്യുന്ന ഒരു നല്ല പ്രദേശമാണിത്. ഇൻഷാ അല്ലാഹ് വിശദമായി നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. കടൽ പ്രദേശത്തൊക്കെ പോയി കണ്ടിരുന്ന് നല്ല സന്തോഷമായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റിയ യംബൂരിനെ കുറിച്ച് ഒരുപാട് ചരിത്രമുണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. പ്രദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് അബ്ദുൾ റഷീദ് സാഹിബ്, അതുപോലെ മുഹമ്മദ് അലി സാഹിബ്. ഇങ്ങനെ ഒരുപാട് പ്രവർത്തകർ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് യംബൂർ. നമ്മുടെ മുഹമ്മദ് അലി കുർക്കോള് മുഹമ്മദ് അലി സാഹിബ്, റഷീദ് സാഹിബ് അടക്കം. ഇത് വെള്ളം വേണ്ട, പിന്നെ ഒന്നും വേണ്ട. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദമായിട്ട് ഈ യംബൂരിനെ കുറിച്ച് ചർച്ച ചെയ്യണം. വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 31 വർഷം യംബൂരിൽ തന്നെ. ആറാംകോ കമ്പനി, ഏതാണ്? അർക്കോമ കമ്പനിയിൽ. ഇപ്പോൾ ജോലിയൊക്കെ നിർത്തി പ്രവാസ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നല്ലൊരു സുന്നി പ്രവർത്തകനാണ് കുർക്കോളുള്ള മുഹമ്മദ് അലി സാഹിബ്. പ്രിയ സുഹൃത്തുക്കളെ, സൗദി അറേബ്യയിലുള്ള ഒരു പ്രത്യേക പ്രദേശമാണ് യംബൂർ. മധുരമുള്ള നീരുറവ എന്നർത്ഥം വരുന്ന ഈ സ്ഥലം 2500-ൽ പരം വർഷങ്ങൾക്ക് മുമ്പേ സമ്പന്നമായ ചരിത്രമുള്ള പ്രധാനമായൊരു തുറമുഖ നഗരമാണ് യംബൂർ. പുരാതന കാലഘട്ടത്തിൽ തന്നെ നല്ല പാതകളും സുഗന്ധദ്രവ്യങ്ങളും വെളിച്ചങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക പ്രദേശം. സൗദി അറേബ്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഏരിയ എന്ന് പറയാൻ പറ്റിയ ഒരു പ്രദേശമാണ് സത്യത്തിൽ യംബൂർ. പഴയ അറബികളൊക്കെ നല്ല കവിത പാടിയിരുന്ന, നല്ല സാഹിത്യകാരന്മാർ ജനിച്ചു വന്ന ഒരു നാടാണ് സത്യം പറഞ്ഞാൽ യംബൂർ. കടൽ പ്രാന്ത പ്രദേശങ്ങളുമായി, കടലുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക സ്ഥലം, കടൽ തീരമാണ് സത്യത്തിൽ യംബൂരിൻ്റെ. ഇവിടെ നീരുറവ എന്നർത്ഥം, മധുരമുള്ള നീരുറവ എന്ന് പറയും ഈ സ്ഥലത്തിന്. പല ചിന്തകന്മാരും അതുപോലെ തന്നെ പല സയൻറ്റിസ്റ്റുകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അറബി കവിതയിലെ നൈപുണ്യന്മാർ, സാഹിത്യകാരന്മാർ ജനിച്ചു വളർന്ന നാടാണ് യംബൂർ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഗാനങ്ങൾ, അറബി കവിതകൾ പാടിയിരുന്ന, കൂട്ടും കൂടെ ഇരുന്ന് അറബി കവിതകൾ പാടി വളരെ ആവേശത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജനിച്ച ഒരു രാജ്യമാണ് യംബൂർ. ഈജിപ്ത്, സുഡാൻ തുടങ്ങി പല പ്രദേശത്തിനും നേരത്തെ തന്നെ പലവരും ഇവിടെ എത്തി ഇവിടെ താമസക്കാരായി മാറി, ഇവിടുത്തെ നിത്യ സന്ദർശകരായും അതുപോലെ ഇവിടുത്തെ സിറ്റിസണായിട്ടും മാറി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഏതായിരുന്നാലും നല്ലൊരു പ്രദേശമാണ് യംബൂർ. മദീനയിൽ നിന്നും 180 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ കിട്ടാവുന്ന ഈ സ്ഥലം ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് നമ്മുടെ മുഹമ്മദ് അലി സാഹിബ്, അതുപോലെ റഷീദ് സാഹിബ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രവർത്തകർ ഇവിടെ കാണാൻ കഴിഞ്ഞു.
അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.